പെരിന്തൽമണ്ണ നഗരസഭയെ ഇടതുപക്ഷം അവരുടെ ഉറച്ച കോട്ടയായിട്ടാണ് കരുതുന്നത്. പക്ഷേ ആ നഗരസഭയിലെ 6-ാം വാർഡ് അവർക്ക് ബാലികേറാമലയാണ്. അതുകൊണ്ട് തന്നെ 6-ാം വാർഡ് പിടിക്കാൻ സാധ്യമായ എല്ലാ വഴികളും ഇടതുപക്ഷം പരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച ഡോക്ടർ നീലാർ മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകി വിജയിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെ UDFിൻ്റെ കോട്ടയായി കരുതുന്ന 6-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ നാലകത്ത് ബഷീർ മാസ്റ്റർക്കെതിരെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് ഡോക്ടർ നീലാർ മുഹമ്മദ് മത്സരിക്കുന്നത്. സാധാരണ ഡോക്ടർമാരെ കാണുവാൻ വേണ്ടി ആളുകൾ അവരുടെ അടുത്തേക്കാണ് ചെല്ലാറ്. എന്നാൽ പെരിന്തൽമണ്ണ 6-ാം വാർഡിൽ അല്പം വ്യത്യസ്തമാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു ഡോക്ടറല്ല, ഒരുപക്ഷെ ഡോക്ടർമാർ തന്നെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കാരണം ഇവിടെ 6-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഡോക്ടർ നീലാർ മുഹമ്മദാണ്. അദ്ദേഹത്തോടൊപ്പം ആദ്യമായിട്ടായിരിക്കാം അല്ലേ ഈ ഡോക്ടർമാരുടെ ഒരു സംഘം ജനങ്ങളുടെ ഇടയിൽ വോട്ട് തേടി ചെല്ലുന്നത്? അതെ, ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇലക്ഷൻ പ്രക്രിയയിലൊന്നും സാധാരണ ഡോക്ടർമാർ പങ്കെടുക്കാറ് ഇല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരൊരു എപ്പോഴും പൊതുജനങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഇതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളതും. അവരുടെ കാര്യങ്ങൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കുകയും അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് IMA അതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സാധാരണ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ എപ്പോഴും സാധാരണക്കാരിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നവരെന്നൊരു കൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. പക്ഷേ ഈ ഒരു വാർഡിലേക്ക് വരുമ്പോൾ എല്ലാ തരം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു വാർഡ് കൂടിയാണ്. മാത്രമല്ല UDFിന് വലിയ മേൽക്കോയ്മയുള്ള അവരുടെ ഒരു കുത്തക പോലെ കൈവശം വെച്ചിരിക്കുന്ന വാർഡ്. അതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അങ്ങേക്ക് പിന്തുണ നൽകിയതും. എങ്ങനെയാണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടെയാണ്. പൊതുപ്രവർത്തനം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരനൊരു പൊതുപ്രവർത്തകനാകാം. ഞങ്ങളെപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരെപ്പോഴും പൊതുജനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരിക്കലും ഒരു ചില്ലുകൊട്ടാലയത്തിലിരിക്കുന്ന ഡോക്ടർമാരല്ല. പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഡോക്ടർമാർ ഒരിക്കലും സാധാരണക്കാരനായിട്ട് മിങ്കിൾ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പെരിന്തൽമണ്ണ ഡോക്ടർ, ഈ കാണുന്ന ഷാജി ഡോക്ടറായാലും ശരി, ജലീൽ ഡോക്ടറായാലും ശരി, സി ഡോക്ടറായാലും ശരി, ഷറഫുദ്ദീനായാലും ശരി, എപ്പോഴും ഞങ്ങൾ പൊതുജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ഇടയിലാണ്. പ്രത്യേകിച്ച് ഷാജി ഡോക്ടറൊക്കെ എന്നെപ്പോലെ തന്നെ ഈ സാമൂഹ്യ രംഗത്തും പൊതുപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണത്. അപ്പോൾ അദ്ദേഹം ഈ IMAയെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം കൂടെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? എന്നാൽ പ്രധാനമായിട്ടും ഒരു ആരോഗ്യ പ്രവർത്തനം നിൽക്കുന്നത് ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെൻറ്റ്, അത് പൊതുജനാരോഗ്യം, പിന്നെ ഇവിടുത്തെ ജനങ്ങളിൽ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ നമ്മളൊരു ലക്ഷ്യമാണ്. ഹോസ്പിറ്റൽ സിറ്റിയായി പെരിന്തൽമണ്ണയിലെ ഏറ്റവും അധികം ഡോക്ടർമാർ നിൽക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ 6-ാം വാർഡ്. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാ പിന്തുണയും സാധാരണക്കാർക്കൊപ്പം കിട്ടിയാൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മൾ ഏകദേശം 1500 ഡോക്ടർമാർ പെരിന്തൽമണ്ണ IMAയിലുണ്ട്. ഏകദേശം 15 ആശുപത്രിയിലുണ്ട്. അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ IMAയുടെ ഒരു നയമുണ്ട്. IMAയിലെ ഏതെങ്കിലും ഒരു മെമ്പർ, ഒരു ഡോക്ടർ മെമ്പർ ഏത് പാർട്ടിയിലായാലും സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ IMA സപ്പോർട്ട് ചെയ്യുന്നുള്ളത് IMAയുടെ നയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെയും, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന എന്നെയും ഈ എല്ലാ ഡോക്ടർമാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇടതുപക്ഷം എന്താ പറഞ്ഞത് പിന്തുണയുമായിട്ട്? ഇടതുപക്ഷം ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അവർ എൻ്റെ കാൻഡിഡേറ്റ്ഷിപ്പിൻ്റെ ഇത് കണ്ടിട്ടായിരിക്കാം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. മറുവശത്ത് സാധാരണക്കാർക്കിടയിൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് ഡോക്ടർമാർ എന്ന തരത്തിലാണ് മറുവശത്തുള്ള പ്രചാരണം. അതായത് ഒരു മെമ്പറായി കഴിഞ്ഞാൽ എപ്പോഴും ആക്സസിബിൾ ആയിരിക്കില്ല, ഫോണിൽ കിട്ടില്ല, കാര്യങ്ങളുമായിട്ട് ചെന്നാൽ ചിലപ്പോൾ കാണാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പല പ്രചാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അതിനുള്ള മറുപടി? പക്ഷേ ഞാൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം വെച്ചാൽ എൻ്റെ ഫോൺ 24 മണിക്കൂർ റിങ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ഭാര്യ പോലും ഇപ്പോൾ വേറെ റൂമിൽ കിടക്കുന്നത്. കാരണം ഇത് ഫോൺ അടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട്, മനസ്സിലായോ? പക്ഷേ എത്രയും ആക്സസിബിൾ ആയിട്ടുള്ള ഡോക്ടറാണ് ഞാൻ. സാധാരണ രാവിലെ 5:30 ഗ്രൗണ്ടിൽ വന്നാൽ, ഇവിടെ സ്റ്റേഡിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഗ്രൗണ്ടിൽ എക്സസൈസ് കഴിഞ്ഞ് മാർക്കിലൊക്കെ പോയി മീൻ മേടിച്ചിട്ടാണ് വീട്ടിൽ തിരിച്ചു വന്നത്. അത്രയും ജനകീയമായിട്ടാണ് ഞാൻ നിൽക്കുക. ഞാനിത് ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പോൾ ചെയ്തു തുടങ്ങി. ഞാൻ കഴിഞ്ഞ 30 വർഷത്തോളം പെരിന്തൽമണ്ണ ഉണ്ട്. ഞാൻ അന്ന് മുതലുള്ള പ്രവൃത്തിയാണ്. ഞാൻ എന്നും ജനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പൊതുപ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനുമാണ്, എൻ്റെ പ്രൊഫഷനും കൂടെയാണ്.
അത് ദൈവം തന്നിട്ടൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ പൊതുപ്രവർത്തനവും മുന്നോട്ട് കൊണ്ടാണ് എൻ്റെ തീരുമാനം. അതൊരു സേവനം ജനസേവനത്തിന് തടസ്സമാവില്ല. ഒരിക്കലുമില്ല, അതൊരിക്കലുമില്ല. നമ്മൾക്ക് IMAയുടെ ഫൗണ്ടർ മെമ്പർ BC റോയ് എന്ന് പറയുന്നത് കൽക്കട്ടയിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ഫേമസ് സർജൻ ആയിരുന്നു. സർജറി എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിഷ്യനാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം സർജൻ. അത്രയും തിരക്ക് പിടിച്ച ഒരു സർജനായിട്ട് ഡോക്ടർ BC റോയ് കൽക്കട്ടയുടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, അവിടുത്തെ മുഖ്യമന്ത്രിയായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പാത പിന്തുടർന്നുള്ളൊരു സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫഷൻ ഒരിക്കലും അതിനൊരു തടസ്സമാവുകയില്ല. പ്രിയപ്പെട്ട ചിഹ്നം തന്നെയാണ് അല്ലേ? പ്രിയപ്പെട്ട ചിഹ്നം തന്നെയാണ്. എൻ്റെ ചിഹ്നം സ്റ്റെത്തസ്കോപ്പാണ്. ഡോക്ടറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് സ്റ്റെത്തസ്കോപ്പാണ്. ആ സ്റ്റെത്തസ്കോപ്പ് തന്നെയാണ് എനിക്ക് ചിഹ്നമായിട്ട് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? തീർച്ചയായും വളരെ നല്ല പ്രതീക്ഷയാണ്. കാര്യം ഞങ്ങളുടെ IMAയുടെ ഒരു പ്രതിനിധി മത്സരിക്കുമ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട്, ഈ നാട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടാകും. കാര്യം ഒരു ഡോക്ടർ നിൽക്കുമ്പം തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നും ഉണ്ടാവും. ഇലക്ഷൻ മെഷീനറി സാധാരണ പോലെ ആയിരിക്കില്ല അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ഈ 6-ാം വാർഡ് പെരിന്തൽമണ്ണയിൽ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ വീടുകളും കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുന്ന ശൈലിയാണോ അതോ ഫോണിൽ വിളിച്ച് എങ്ങനെയാണ്? ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ 450ഓളം വീടുകളിൽ ഏകദേശം 900 വോട്ടർമാരെ കണ്ടിട്ടാണ് നോമിനേഷൻ കൊടുത്തത് തന്നെ. അവരുടെ പൂർണ്ണ സമ്മതത്തോടാണ് നോമിനേഷൻ കൊടുത്തത് തന്നെ. നോമിനേഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. അവരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ ഈ ഒരു എല്ലാവരുടെ വീടുകളിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി ഇറങ്ങി നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. വെറുതെ നിന്നാലല്ല. UDFന്റെ ഒരു കോട്ടയായിട്ടുള്ള 6-ാം വാർഡ് ബാലികേറാമലയല്ല ഒരു മറ്റൊരാൾക്ക് എന്ന് തെളിയിക്കാൻ കഴിയുന്നു. എനിക്ക് UDF LDF ഒന്നൊന്നുമില്ലത്. കാരണം വെച്ചാൽ ഞാനൊരു പറഞ്ഞല്ലോ പൊതുപ്രവർത്തകനാണ്, അത്രേ ഉള്ളൂ. ഞാൻ ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ജനങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ധാരണ ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ പൂർണ്ണ അനുവാദത്തോടു കൂടെയാണ് ഞാനൊരു ഈ ഇലക്ഷനിലോട്ട് ഇറങ്ങിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ മുസ്ലിം ലീഗിൻ്റെ ഇളകാത്ത ഉരുക്കുകോട്ടയായിട്ടാണ് 6-ാം വാർഡ് അറിയപ്പെടുന്നത്. നാലകത്തെ ബഷീർ മാസ്റ്ററാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ മുൻപില്ലാത്ത ഒരു മത്സരത്തിൻ്റെ ചിത്രമാണ് 6-ാം വാർഡിലുള്ളത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിളിക്കുന്ന ഡോക്ടർ നിലാർ മുഹമ്മദിനെ അവർ പിന്തുണ കൊടുക്കുന്നു. ഒരു അട്ടിമറി പ്രതീക്ഷിച്ചാണ് അവരുടെ നീക്കങ്ങളൊക്കെ. എങ്ങനെ കാണുന്നു ഈ സാഹചര്യത്തിൽ? പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഉരുക്കുകോട്ടയാണ് 6-ാം വാർഡ്. കഴിഞ്ഞ പ്രാവശ്യം അത് 5-ാം വാർഡാണ്. വെറും 163 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ആ വാർഡിൽ കിട്ടിയത്. ആ സമയത്ത് UDFന് 511 വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഈ പ്രാവശ്യം 944 വോട്ടാണുള്ളത്. 56 പേര് ഗൾഫിലും ബാക്കി 25 പേര് മരണപ്പെട്ട് ബാക്കി 800-ന് മുകളിൽ മാത്രമേ വോട്ടുള്ളൂ. അതിൽ മൃഗീയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ഇവിടെയുണ്ട്. ഈ വാർഡിലെ ജനങ്ങൾ ഒരിക്കലും UDFനെ കൈവിടില്ല. അത് ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥി ആരാണോ എന്ന് ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടി പല പാപ്പരത്തരങ്ങളും കാണിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ വിഷയമല്ല. അവർ എല്ലാ അടവുകളും പറ്റി നോക്കിക്കോട്ടെ, യാതൊരു പ്രശ്നം നമുക്കില്ല. UDF ശക്തമാണ്. UDFൻ്റെ ഉരുക്കുകോട്ടയാണ്. ആ ഉരുക്കുകോട്ട പോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇപ്രാവശ്യം UDF ഭരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിൽ സഹികെട്ട മാർക്സിസ്റ്റുകാരാണ് പറയുന്നത് ഞങ്ങളെ നിങ്ങളൊന്ന് ഇറക്കിത്തരൂ എന്നുള്ളത്. ഞങ്ങളെ നിങ്ങളൊന്ന് ഇറക്കിത്തരൂ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ 2 വിഭാഗം ജനങ്ങളാണുള്ളത്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഭരണം കൊണ്ട് അഴിമതി നടത്തി പണമുണ്ടാക്കുന്ന ഒരു വിഭാഗം. ഒരു വിഭാഗം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ വാൾ പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്നൊരു വിഭാഗം. ആ കഷ്ടപ്പെട്ട് നടക്കുന്ന വിഭാഗത്തിന് ഈ പ്രസ്ഥാനത്തെ മടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു അനന്തരഫലം ഈ 11-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് കാണും. ഈ 6-ാം വാർഡിൽ ഡോക്ടർമാരുടെ വലിയൊരു ഗ്രൂപ്പുണ്ട്. അവിടെ വോട്ട് സ്വാധീനിക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയാണ് IMA അടക്കമുള്ളവരുടെ പിന്തുണയുള്ള ഡോക്ടർ നിലാർ മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെ കാണുന്നു? ഡോക്ടർമാർ 6-ാം വാർഡിൽ ഡോക്ടേഴ്സ് കുടുംബം 68 വോട്ടാണ് ഉള്ളത്. വെറും 68 വോട്ടാണ് ഉള്ളത്. അതിൽ 50% കൂടുതൽ UDF ആണ്. IMA അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് ഡോക്ടർ ഷാജി ഗഫൂറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. IMA ഒരിക്കലും പൊളിറ്റിക്സിൽ ഇറങ്ങുന്നില്ല, രാഷ്ട്രീയമില്ല IMAക്ക്. അത് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞങ്ങളിങ്ങനെ IMA എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നില്ല ഡോക്ടർമാർ തന്നെ. 50% കൂടുതൽ അവിടെയുള്ള 68 കുടുംബങ്ങളാണ് ഡോക്ടർ കുടുംബത്തിൽ അവിടെയുള്ളത്. അതിൽ 50% കൂടുതലും UDFനെ പിന്തുണക്കുന്നവരാണ്. അവർ വളരെ വ്യക്തമായിട്ട്
നമ്മളത് പറയുന്നുണ്ട്. അവരെ കൂടെ നടക്കുന്നവരാണെങ്കിലും നടന്നതിന് ശേഷം എന്നെ വിളിച്ച് പറയാണ്, ഡോക്ടറായതുകൊണ്ട് ഈ നോമിനേഷൻ കൊടുക്കാനടക്കം പോയത് നിർവാഹമില്ലാതുകൊണ്ട് പോയതാണ് എന്നടക്കം എന്നോട് സംസാരിച്ചു. ആറാം വാർഡിലെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായിട്ട് തന്നെ വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാർ രാഷ്ട്രീയമായി വോട്ട് ചെയ്യും. മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ പാപ്പരത്വം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യും. കാരണം കാലാകാലങ്ങളായിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വേണ്ടി പണിയെടുത്തിട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എവിടുന്നോ വല്ല പണച്ചാക്കളെ കൊടുന്ന് നിർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥ മാർക്സിസ്റ്റുകാർ അസംതൃപ്തരാണ്. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന സമയത്തും വേറെ ഒരു പണച്ചാക്കിനെ കൊടുന്ന് ഇവിടെ നിർത്തി. അതുതന്നെയാണ് ഈ മുനിസിപ്പാലിറ്റിയിലും സംഭവിക്കുന്നത്. യഥാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ഈ തരത്തിലില്ല. അവരൊക്കെ പുറത്താക്കിക്കൊണ്ട് അവരൊക്കെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ്. താമസിയാതെ തന്നെ വെസ്റ്റ് ബംഗാളിലെ അനുഭവം ഈ കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടാവും. ഇപ്പോഴത്തെ ഈ ആറാം വാർഡിൽ കഴിഞ്ഞ തവണ UDF 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി വേറെയും. ജയിച്ചു വരുന്നവർ UDF പ്രതിനിധി എന്നായിരുന്നു UDF നേതൃത്വത്തിൻ്റെ നിലപാട്. അങ്ങനെ ജയിച്ചവരെ അവിടെ UDF അംഗമായി കണക്കാക്കുകയും ചെയ്തു. ആ വാർഡാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ നിലാർ മുഹമ്മദിലൂടെ UDF അട്ടിമറിച്ച് ഇടതുപക്ഷം നേടാൻ ശ്രമിക്കുന്നത്. ആര് ജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അഖിലോട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.